ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഉൽപ്പത്തിയിൽ കാണുവാൻ സാധിക്കുന്നത് കയ്യീനെയും ഹാബേലിനെയും കുറിച്ചാണ്. ദൈവം കയ്യീൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല, ഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു എന്നും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. എന്തുകൊണ്ട് ദൈവം കയ്യീൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല, ഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു എന്ന് നമുക്ക് നോക്കാം. ഹാബേൽ കൊണ്ടുവന്നത് ഒരു ആട്ടിൻകുട്ടിയാണ്. കയ്യീൻ കൊണ്ടുവന്നത് തൻ്റെ കൃഷിയിൽ നിന്നുള്ള ഫലമാണ് കയ്യീൻ കൊണ്ടുവന്നത്. ഇവിടെ ഞാൻ ഇന്നലെ ഒരു പുസ്തകം വായിക്കുവാൻ ഇടയായി. ഫ്ലേവിയൻ ജോസീഫസിൻ്റെ ആൻറ്റിക്വിറ്റീസ് ഓഫ് ജൂസ് എന്നാണെന്ന് തോന്നുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. അതിൽ എനിക്ക് കാണുവാൻ സാധിച്ചത് കയ്യീൻ കൊണ്ടുവന്നത് നിലത്തിൽ നിന്നാണ്. നിലത്തെ ഫോഴ്സ് ചെയ്ത് നിലത്തിൽ നിന്ന് ഉണ്ടായ ഫലമാണ് കയ്യീൻ കൊണ്ടുവന്നത്. അതേസമയം ഹാബേൽ കൊണ്ടുവന്നത് നേച്ചുറലി ഉണ്ടായ ആട്ടിൻകുട്ടിയാണ് ഹാബേൽ കൊണ്ടുവന്നത്. ഇവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ സ്തുതികൾ, നമ്മുടെ ബൈബിൾ വായന, നമ്മുടെ പ്രാർത്ഥന, ഇതെല്ലാം ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടല്ല നമ്മളിൽ നിന്ന് വരാനുള്ളത്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നേച്ചുറലായിട്ട്, അതേ നമ്മൾ സ്വയമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്തുതികളും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആരാധനയും ഒക്കെയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അപ്പൻ ക്രിസ്ത്യാനി ആയിരുന്നു, അമ്മ ക്രിസ്ത്യാനി ആയിരുന്നു, അവർ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചു എന്നുള്ളതല്ല. നമ്മൾ തന്നെ സ്തുതിക്കണം, നമ്മൾ തന്നെ ആരാധിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പല ദൈവദാസന്മാരും സ്തുതിക്കാൻ പറയുമ്പോൾ ഫോഴ്സ് ചെയ്ത് സ്തുതിക്കുന്ന ഒരവസ്ഥയാണ് പല ആരാധനാലയങ്ങളിലും ഉള്ളത്. ഉള്ളിൽ നിന്ന് വരണം. നമ്മൾ വേദപുസ്തകം കൂടുതലായിട്ട് വായിക്കണം. നമ്മൾ ഉള്ളിലോട്ട് വേദപുസ്തകം വായിച്ച് വചനം നമ്മുടെ ഉള്ളിലാവുമ്പോൾ സ്തുതികൾ നമ്മളിൽ നിന്ന് തന്നെ വന്നു തുടങ്ങും. ആമേൻ.